15-ാം വയസ്സിൽ ലോകത്തെ ഞെട്ടിച്ച വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ കോച്ചിന്റെ മുന്നറിയിപ്പ്. പ്രശംസ മാത്രം പോരാ, ഇനി ഫിറ്റ്നസ് തെളിയിക്കണം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ സെൻസേഷൻ, വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി വീണ്ടും വാർത്തകൾ നിറയുകയാണ്. സിംബാബ്വെക്കെതിരെ T20 പരമ്പരയിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച പ്രകടനത്തിന് ശേഷം എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കുമ്പോൾ ഇന്ത്യൻ ടീമിലെ ഇടക്കാല മുഖ്യ പരിശീലകനായ VVS ലക്ഷ്മൺ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കാരണം ലക്ഷ്മൺ പറഞ്ഞത് വൈഭവിന്റെ ബാറ്റിങ്ങിനെ കുറിച്ചല്ല, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ചാണ്. ഒരു വശത്ത് ലോകം മുഴുവൻ ഈ കൗമാര താരത്തെ പ്രശംസിക്കുമ്പോൾ മറുവശത്ത് പരിശീലകൻ പറയുന്നത് ഇതാണ്: വൈഭവിന്റെ മാനസിക പക്വതയും പഠിക്കാനുള്ള മനോഭാവം അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ ഒരു മേഖലയിൽ ഇനിയും ഏറെ മെച്ചപ്പെടാനുണ്ട്. അത് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ഫിറ്റ്നസ് ആണ്. ഇത് വിമർശനമാണോ? അല്ല, ഇത് ഒരു മുന്നറിയിപ്പും അതിനേക്കാൾ വലിയൊരു നിക്ഷേപവുമാണ്. കാരണം ഇന്ത്യൻ ടീം വൈഭവിനെ ഒരു പരമ്പരയ്ക്കുള്ള താരമായി കാണുന്നില്ല, അടുത്ത 10-15 വർഷത്തേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമായി വളർത്താനാണ് ശ്രമിക്കുന്നത്. സിംബാബ്വെ പരമ്പരയിൽ വൈഭവ് പുറത്തെടുത്ത പ്രകടനം എല്ലാവരെയും അമ്പരപ്പിച്ചു. ആക്രമണാത്മക ബാറ്റിംഗ്, ഭയമില്ലാത്ത സമീപനം, വലിയ ഷോട്ടുകൾ, സമ്മർദ്ദ ഘട്ടങ്ങളിലും ആത്മവിശ്വാസം. ഈ പ്രകടനങ്ങളിലൂടെ പരമ്പരയിലെ മികച്ച താരമായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പുരുഷ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ഓഫ് ദ സീരീസ് നേടുന്ന താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. എന്നാൽ ലക്ഷ്മൺ ശ്രദ്ധിച്ചത് റൺസ് അല്ല, അദ്ദേഹം ശ്രദ്ധിച്ചത് വൈഭവിന്റെ ഭാവിയാണ്. കാരണം ഇന്നത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കഴിവ് മാത്രം മതിയാകില്ല. ഒരു വർഷം മുഴുവൻ ടെസ്റ്റ്, ഏകദിനം, T20, IPL, യാത്രകൾ, പരിശീലനം, ഇതെല്ലാം താങ്ങണമെങ്കിൽ ശരീരവും അതേ നിലവാരത്തിൽ ശക്തമായിരിക്കണം. ഇവിടെയാണ് ഫിറ്റ്നസിന്റെ പ്രാധാന്യം. ലക്ഷ്മൺ പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം വൈഭവിന്റെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ പഠിക്കാനുള്ള മനോഭാവമാണെന്നാണ്. ഓരോ ഇന്നിംഗ്സിന് ശേഷവും സ്വന്തം കളി വിലയിരുത്തുകയും തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ തിരുത്തുകയും ചെയ്യുന്ന അപൂർവ ശീലം അദ്ദേഹത്തിനുണ്ടെന്ന് പരിശീലകൻ വ്യക്തമാക്കി. ഇതാണ് വലിയ താരങ്ങളെ വേറിട്ടു നിർത്തുന്നത്. പ്രതിഭ പലർക്കും ഉണ്ടാകും, പക്ഷെ പഠിക്കാനുള്ള മനസ്സ് എല്ലാവർക്കുമില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം: വൈഭവ് ഇപ്പോഴും വളരുന്ന പ്രായത്തിലാണ്. ശരീരവും ഇനിയും പൂർണ്ണമായി വികസിച്ചിട്ടില്ല. അതിനാൽ അദ്ദേഹത്തെ അമിതമായി പരിശീലനത്തിലേക്ക് തള്ളിവിടാതെ ശാസ്ത്രീയമായ ഫിറ്റ്നസ് പദ്ധതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യൻ ടീമിന്റെ ശ്രമം. ഇത് വളരെ നല്ല തീരുമാനമാണ്. കാരണം ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒട്ടേറെ യുവ പ്രതിഭകൾ പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും കാരണം കരിയർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അതേസമയം ശരിയായ ഫിറ്റ്നസ് നിലനിർത്തിയവരാണ് വർഷങ്ങളോളം ലോക ക്രിക്കറ്റിൽ ആധിപത്യം പുലർത്തിയത്. വൈഭവും ആ വഴിയിലേക്കാണ് ഇപ്പോൾ തയ്യാറാകുന്നത്. കഴിഞ്ഞ മാസം വൈഭവ് തന്നെയും ദീർഘകാല കരിയർ ഫിറ്റ്നസ് അത്യാവശ്യമാണെന്ന് സമ്മതിച്ചിരുന്നു. ഇപ്പോൾ പരിശീലകന്റെ അഭിപ്രായം അതേ ദിശയിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നു, ഇത്ര നന്നായി കളിച്ചിട്ടും എന്തിനാണ് ഫിറ്റ്നസിനെ കുറിച്ച് പറയുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഒരു നല്ല കോച്ച് ഇന്നത്തെ വിജയം മാത്രം നോക്കില്ല, 5 വർഷത്തിനു ശേഷവും ആ താരം ഇതേ നിലവാരത്തിൽ കളിക്കുമോ എന്നതാണ് അദ്ദേഹം ചിന്തിക്കുക. അതാണ് ലക്ഷ്മണൻ ചെയ്തത്. ഇന്ന് വൈഭവനെ പ്രശംസിക്കുന്നതോടൊപ്പം നാളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് ഇത് വളരെ പോസിറ്റീവ് സന്ദേശമാണ്. കാരണം യുവതാരങ്ങളെ അമിതമായി പ്രശംസിച്ച് സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം ശരിയായ രീതിയിൽ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ വൈഭവന് മുന്നിലുള്ള വെല്ലുവിളി വളരെ വ്യക്തമാണ്. പ്രതിഭ തെളിഞ്ഞു കഴിഞ്ഞു, ധൈര്യവും തെളിഞ്ഞു കഴിഞ്ഞു. ഇനി തെളിയിക്കാനുള്ളത് ഫിറ്റ്നസ് മാത്രം. അതുകൂടി മെച്ചപ്പെട്ടാൽ അടുത്ത ഒരു ദശാബ്ദക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പേരുകളിൽ ഒരാളായി വൈഭവ് സൂര്യവംശി മാറും എന്ന് പലർക്കും വിശ്വാസമുണ്ട്. അതിനാൽ ഈ വാർത്ത വിമർശനത്തിന്റെ കഥയല്ല, ഒരു യുവതാരത്തിന്റെ ഭാവി കൂടുതൽ ശക്തമാക്കാനുള്ള പരിശീലകന്റെ സന്ദേശമാണ്.